മാസത്തില് 2 ഏകാദശി ഉണ്ട്. ആ ഗുരുവായൂർ അമ്പലം എങ്ങനെ വേണം? ഗുരുവായൂരപ്പനെ പ്രകീർത്തിച്ചുകൊണ്ടാവണം. ഭഗവാൻ കണ്ടു. എന്താ കണ്ടത്? അമ്മ ഇങ്ങനെ കണ്ണനെ നോക്കി നടക്കുക. ഹരേ കൃഷ്ണ. നിർമ്മാല്യത്തിലേക്ക് സ്വാഗതം. നിർമ്മാല്യത്തോടൊപ്പം ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ഏകാദശി വിശേഷങ്ങളുമായി കക്കാട്ടുമന ശാരദ ആനന്ദ് അന്തർജനം പങ്കുചേരുന്നു. നമസ്കാരം. നമസ്കാരം. ഹരേ കൃഷ്ണ. ഞാൻ ശാരദ ആനന്ദൻ, ഗുരുവായൂരിൽ നിന്നാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഏകാദശിയെ പറ്റിയിട്ട്, ഒരു ഏകാദശിയല്ല, എല്ലാ മാസവും 2 ഏകാദശി ഉണ്ടാവും. ആ ഒരു ഏകാദശി എങ്ങനെ നോക്കണം? ഉപവസിക്കുകയാണോ അതോ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാണോ, എന്താ വേണ്ട എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വശം പറയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് എല്ലാവർക്കും, ഭക്തജനങ്ങൾക്കൊക്കെ ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടാവാതിരിക്കില്ല, എനിക്കറിയാം. പക്ഷേ അത് എങ്ങനെ വേണം, എങ്ങനെ നോൽക്കണം, എങ്ങനെ ഏകാദശി നോൽക്കണം എന്നൊക്കെ പറയാൻ, ഒരു താത്വികമായിട്ട് പറയാൻ എനിക്ക് അത്രയ്ക്ക് അറിയില്ല. എന്നാലും അതിൻ്റേതായ ഒരു വശത്തിൽ പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്നു. ഇന്ന് എൻ്റെ ഇല്ലത്തേക്ക് വന്നിരിക്കുകയാണ് ഈ നിർമ്മാല്യം എന്നുള്ള ചാനൽ. ആ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് ഞാൻ. ഈശ്വരോ രക്ഷ. ഹരേ ഹരേ എന്നു വിളിച്ചു ഞാനും ഹരിക്കു മുമ്പിൽ തൊഴുകൈയുമായി ജപിച്ചിരിക്കേ ഹരിയൻ്റെ മുമ്പിൽ ചിരിച്ചിരിക്കുന്നതു കാണുമനോ. ഹരേ ഹരേ എന്ന് വിളിച്ച് ഞാൻ ഭഗവാന്റെ സമീപത്ത് അങ്ങനെ എത്തുമ്പോൾ, ഇപ്പം ഭഗവാന്റെ സമീപത്ത് എത്തുമൊന്നും വേണ്ട, എന്നാലും അവിടെ എത്തുമ്പോൾ മേൽപ്പത്തൂരിൻ്റെ മുമ്പിൽ നരസിംഹം എങ്ങനെ വന്നു എന്ന് മേൽപ്പത്തൂരിന് അറിയാത്തൊരു നിമിഷം ഉണ്ടായി, ഒരു നിമിഷാർദ്ധം. ആ സമയത്ത് അന്ന് ഇങ്ങനെയൊന്നുമല്ല ഗുരുവായൂര്. അന്ന് ആ ഒരു തൂണ് പിളർന്നിട്ട് നരസിംഹം ഇങ്ങോട്ട് വന്നു എന്ന് പറയുന്നു. അത് കൃഷ്ണൻ വന്ന് അടുത്തിരുന്നിട്ടാണ് അത്രയും അദ്ദേഹം അത് കണ്ടത്. അപ്പൊ അദ്ദേഹം കൃഷ്ണനെ കണ്ടില്ല, പക്ഷെ കണ്ടത് ഈ നരസിംഹരൂപത്തെയാണ്. അത് അദ്ദേഹത്തിന് വല്ലാത്തൊരു മാനത്തെ ഉണ്ടാക്കി, അഭിമാനത്തെ ഉണ്ടാക്കി. അത് കണ്ടപ്പോൾ പിന്നെ എല്ലാം മറന്നു അദ്ദേഹം. കാരണം പിന്നെ തൊട്ട് എന്നെ രക്ഷിക്കണേ എന്നുള്ളത് മാറി. പിന്നെ എല്ലാവരെയും രക്ഷിക്കണേ എന്നുള്ളതായി. ആ ഒരു ലാസ്റ്റ് ശ്ലോകം, ഓരോ ദശകത്തിൻ്റെ അവസാന ശ്ലോകം എല്ലാവരെയും രക്ഷിക്കണേ എന്നുള്ളതായി മാറി. അങ്ങനെ ഓരോന്നിനും ഓരോ നിമിത്തങ്ങളായിട്ട് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത്. അതിലെ ഒരു നിമിത്തമാണ് ഇന്ന് നിർമ്മാല്യംകാരൻ എൻ്റെ ഇല്ലത്ത് വന്നത്. ഇവിടെ ഈ ഗുരുവായൂരെത്തിയപ്പോൾ നല്ല തിരക്കാണ് എല്ലാവർക്കും, പ്രത്യേകിച്ചും ഗുരുവായൂർ ഏകാദശി അടുത്തപ്പോൾ. അതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ കണ്ണിൽ വെള്ളം വരും. വേറൊന്നുമല്ല, ഗുരുവായൂരൊക്കെ എത്തി, എന്നിട്ട് ഗുരുവായൂരപ്പനെ പറ്റി പറയാതിരിക്കുകയായിരുന്നു കുറേ കാലം. എഴുത്തുണ്ടായിരുന്നു കേട്ടോ, ഇല്ല പറയുന്നില്ല. പക്ഷെ ആ കാലത്തിൽ എനിക്ക് എന്തെല്ലാം നഷ്ടമായി എന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് നഷ്ടമായി, അത് ഓർക്കുമ്പോൾ ഇപ്പോഴും എപ്പോഴും സങ്കടം വരികയാണ്. അതുകൊണ്ട് ഇനി ഒരു നഷ്ടങ്ങളും വരാതിരിക്കാൻ, എങ്ങനെ വരാതിരിക്കണം? നമ്മൾ ചെയ്യേണ്ടത് അതാത് സമയത്ത് ചെയ്യണം. അതാത് സമയത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഭഗവതി തോന്നിപ്പിക്കണം, അല്ലെങ്കിൽ ഭഗവാൻ തോന്നിപ്പിക്കണം. അതാണ് എനിക്ക് ആവശ്യം. എൻ്റേതായ ജീവിതത്തിൽ, എൻ്റെ രീതിയിൽ, എൻ്റെ ഈ രീതിയിൽ, എനിക്കിവിടെ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ എനിക്ക് ചെയ്യാൻ സാധിക്കണം. ആ സാധിക്കേണ്ടതുപോലെ സാധിക്കണം. അതിന് എൻ്റെ ഇല്ലത്ത് ഇപ്പോഴത്തെ നിലയ്ക്ക് നോക്കുക വെച്ചാൽ വേറെ വിഷമങ്ങളൊന്നുമില്ല. പക്ഷേ കുട്ടികളുണ്ട്, കൊച്ചു കുട്ടികളാണ്, മകൻ്റെ കുട്ടികളുണ്ട്, മകളുടെ കുട്ടികൾ എപ്പോഴെങ്കിലും വരുള്ളൂ. അതൊക്കെ അങ്ങനെ മനസ്സിലുണ്ട്. എന്നാലും ഞാൻ ചെയ്യേണ്ടത് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 2-3 മാസമായിട്ട് ഞാൻ തുടങ്ങുകയാണ്. വീണ്ടും ഇടയിലൊരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പൊക്കെ മാറ്റിക്കൊണ്ടുവരികയാണ്. ആ മാറ്റിക്കൊണ്ടുവരുന്ന ഗ്യാപ്പിലേക്ക് എനിക്ക് എന്ത് വേണം, അതിലേക്ക് നമുക്ക് ഈ ഏകാദശിയെ കൊണ്ടുവരാം. കുറേ പേര് ഏകാദശിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഞാനും ഒന്ന് ഭാഗമാക്കാവാൻ ശ്രമിക്കുകയാണ്. എനിക്ക് വലിയ അറിവൊന്നുമില്ല കേട്ടോ, അത് ഞാൻ പറയാം. ഈ വായിച്ചിട്ടുള്ള അറിവേ ഉള്ളൂ. അതന്നെ വേണ്ടെന്തി ആവുണ്ടോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് ഏകാദശിയുടെ കാര്യത്തിലേക്ക് വരാം.
ഏകാദശി എങ്ങനെയാണ്? ഇത് പണ്ടേ ഉണ്ട് ഏകാദശി. ഈ ഏകാദശി എങ്ങനെ വന്നു, എപ്പോൾ വന്നു എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കഥാരൂപത്തിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് വിഷമമാണ്. പക്ഷേ മാസത്തില് 2 ഏകാദശിയുണ്ട്. ആ ഏകാദശികളെ പറ്റിയിട്ട് കുറേ ഏകാദശികളുണ്ട്, അതിനൊക്കെ ഓരോ നാമകരണമുണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങനെ വേണം എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷമാണ്. പ്രത്യേകിച്ചും ഗുരുവായൂരെത്തിയിട്ട് ഇത് സാധിക്കുക എന്നുള്ളത് എന്നെപ്പോലെ ഒരാൾക്ക് വല്ലാത്ത ഒരു അത്ഭുതമാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതായി ഏകാദശിയിലേക്ക് വരികയാണ്. ഈ ഉപവാസം എന്നാൽ എന്താണ്, എങ്ങനെ ഉപവസിക്കണം, ഈ ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഇതൊക്കെ നമുക്ക് ഈശ്വരൻ പറഞ്ഞു വെച്ചതാണ്. വ്രതങ്ങളുണ്ട്, വിധികളുണ്ട്, ഇങ്ങനെ കുറേയേറെയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒക്കെ അടുത്ത് വരുന്നത് ഈ ഏകാദശിയാണ്. അടുത്തടുത്ത് വരുന്നത് മാസം 2 ഏകാദശിയുണ്ട്. അതാണ് ഏറ്റവും രസം. ഈ 2 ഏകാദശി വരുമ്പോൾ എന്ത് വേണം? ഈ 2 ഏകാദശിക്കും ഒരു ഡേറ്റ് ഉണ്ട്. ഡേറ്റ് മീൻസ് ഇടയിലൊരു ഹരിവാസരം എന്നൊരു സമയമുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് നമുക്കറിയില്ല. അതൊക്കെ അല്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയുണ്ടാവും കേട്ടോ. ഈ ജ്യോതിഷരത്നം ഇങ്ങനത്തെയൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പം അറിയുന്നുണ്ടാവും. എന്നാലും അത് വേണ്ടന്തി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഹരിവാസരം എന്ന ആ ഒരിത്തിരി സമയമേ ഉള്ളൂ, 45 മിനിറ്റ് തന്നെ ഉണ്ടാവില്ല. ആ സമയത്ത് ഈ ഹരിവാസരം അങ്ങോട്ട് കഴിഞ്ഞ ഏകാദശി തുടങ്ങി. ഈ ഏകാദശി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് ഉപാസിക്കുകയാണ്, ഭഗവാന്റെ അടുത്തിരുന്നിട്ട്. അതെനിക്ക് ഈയിടെയാണ് മനസ്സിലായത്. ഞാൻ ഏകാദശി എന്ന് പറഞ്ഞാൽ ഭഗവാനോട് കൂടി ഇരുന്ന് ചെയ്യുക എന്നുള്ള ഇതിലാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാവുന്നു, അങ്ങനെയല്ല വേണ്ടത്. ഭഗവാനും ഞാനും അല്ലെങ്കിൽ ഭഗവാനും ഏകാദശി നോൽക്കുന്ന ആളും തമ്മിലൊരു അടുപ്പമുണ്ട്. ആ അടുപ്പത്തിലാണ് ഈ ഉപവാസം കിടക്കുന്നത്. അങ്ങനെ ഉപവസിച്ചുകൊണ്ട്, ഉപവാസം എന്നാണ് പറയുന്നത്. ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത്, വാസം താമസിക്കുക. അതിൻ്റെ ആ ഒരു അക്ഷരങ്ങളുടെ ഇതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. വാസം വസിക്കുക, ഉപവാസം അടുത്തിരുന്നു കൊണ്ട് വസിക്കുക, ഭഗവാന്റെ അടുത്തിരിക്കുകയാണ്. ആ ഉപവാസത്തിനെയാണ് നമ്മൾ ഏകാദശി എന്ന് പറയുന്നത്. പക്ഷേ ഏകാദശി എങ്ങനെയാണ് വേണ്ടത്? ഗുരുവായൂരത്തെ ഏകാദശി ഗുരുവായൂരപ്പനെ നാമം ജപിച്ചുകൊണ്ട്. അതാണ് ഞാൻ ആദ്യം ചൊല്ലിയ ശ്ലോകം. അത് ഞാൻ കുറേ കാലം മുമ്പ് എഴുതിയ ഒരു ശ്ലോകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകങ്ങളാണ്. അത് എങ്ങനെ വേണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെല്ലുമ്പോഴും എന്ത് ജപിക്കുമ്പോഴും നമ്മളൊരു ശ്ലോകത്തിൽ ആക്കുമല്ലോ, ആ ശ്ലോകത്തിൻ്റെ ആദ്യമാണത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ചൊല്ലിയിട്ട് ഭഗവാനോട് ചേർന്ന് ഏകാദശി നോൽക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഏകാദശി നോൽക്കുക എന്ന് പറയുമ്പോൾ ഏകാദശി എൻ്റെ നാട്ടിലൊക്കെ ഏകാദശി നോക്കുക എന്ന് പറയും. ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര അറിയില്ല. പക്ഷേ എൻ്റെ നാട്ടിൽ, അതായത് മലപ്പുറം ഏരിയയിൽ വണ്ടൂര് എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ നാട്. അവിടെയൊക്കെ ഏകാദശി നോക്കുക എന്നാണ് പറയുക. അതായത് ഈ ഹരിവാസരം കഴിഞ്ഞുള്ള ഏകാദശി. അപ്പം മാസത്തിൽ 2 ഏകാദശി ഉണ്ടാകുമെന്ന് ഉറപ്പാണല്ലോ. ആ ഏകാദശി നോൽക്കുക. പ്രത്യേകിച്ചും ഗർഭിണികളുണ്ടല്ലോ, അവർ എല്ലാ ഏകാദശിയും നോൽക്കണം എന്ന് പറയും. അതെങ്ങനെയാണ് എല്ലാ ഏകാദശിയും നോൽക്കുക? നേന്ത്രപ്പഴം കഴിക്കാം, പുഴുങ്ങിയ കിഴങ്ങ് കഴിക്കാം, ഇങ്ങനെ എല്ലാം കഴിക്കാം. അപ്പോൾ ആ ഏകാദശിയുടെ മഹത്വം അത്രയ്ക്ക് വലുതാണ്. വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് അതിൻ്റെതായ ആ ഒരു ഗുണം കിട്ടുകയാണ്, സംശയമില്ല. നമ്മളൊക്കെ എങ്ങനെ വേണം ഏകാദശി എന്നിങ്ങനെ ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല, നാമം ജപിച്ചാൽ മതി. ഈ കലികാലത്തിൽ ഇപ്പോൾ ബാല്യാവസ്ഥയാണത്രേ. ഈ ബാല്യാവസ്ഥ തരണം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ബാല്യാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കുട്ടിക്കാലം അല്ലേ? കുട്ടിക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യല്ല, പക്ഷേ നമ്മൾ അറിയാതെ ചെയ്തു പോവുകയാണ്. ആ അറിയാതെ ചെയ്തു പോകുന്ന കാര്യമുണ്ടല്ലോ, അതാണ് ശരിക്കും ഈ ഏകാദശിയുടെ കാര്യം. ഒരു ദിവസം പരീക്ഷിച്ച് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുകയായിരുന്നു അത്രേ. അപ്പോൾ ഒരു കാള, ആ കാളയുടെ 3 കാലും ഒടിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാലേ ഉള്ളൂ ഒടിയാൻ. അതിനെ അടിക്കുകയാണ് ഒരാൾ. അപ്പം അയ്യോ ഇതെന്താ, എന്തിനാ ആ കാളയെ ഉപദ്രവിക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, ഇത് ഞാൻ കലിയാണ്,
ഞാൻ ഉപദ്രവിക്കുകയല്ല. പിന്നെ എന്താ ചെയ്യണ്? ഈ 4 കാലില്ലേ, ഈ 4ഉം ധർമാധിഷ്ഠിതമായ കാലുകളാണ്. അപ്പൊ ഞാൻ വരുമ്പോഴൊക്കെ, എൻ്റെ ബാല്യം കഴിയുമ്പോഴൊക്കെ ഇത് എനിക്ക് കൗമാരമാവും. ആ കൗമാരവും കഴിയുമ്പോഴൊക്കെ എന്താവും? എനിക്ക് അവസ്ഥ മാറും. പിന്നെ ഞാൻ എൻ്റെതായ കാര്യങ്ങൾ നോക്കാനുള്ള ആളായി. അത് കഴിഞ്ഞാൽ ഞാൻ വൃദ്ധത്വമായി. അങ്ങനെ ഓരോ കാലത്തിനും ഓരോ അളവുണ്ട്, ദിവസങ്ങളും മാസങ്ങളും പക്കങ്ങളും ഒക്കെ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യണത് എന്ന് ഈ കലി പരീക്ഷത്തിനോട് പറയുകയാണ്. പരീക്ഷത്തിന് വല്ലാതെ വിഷമായി. തമ്മിൽ യുദ്ധം ചെയ്ത് എത്ര കാലം യുദ്ധം ചെയ്തു എന്നറിയില്ല. അങ്ങനെ യുദ്ധം ചെയ്തിട്ട് പരീക്ഷിത്ത് ഈ കലിയെ കൊല്ലാറാക്കി എന്ന് തന്നെ പറയാം. മരിക്കാറായി. അപ്പോ കലി ചോദിച്ചു, ഇത്ര ശക്തിമാനായിരുന്നു അങ്ങ്? അപ്പോഴാണ് പരീക്ഷത്തിന് ഞാൻ ചെയ്തത് കലിക്ക് ഇഷ്ടമായി അല്ലേ, നമ്മളിന്ന് പൊക്കോള് വേഗം എന്ന് പറഞ്ഞു. അപ്പോൾ കലി പറഞ്ഞു അതിനി പറ്റില്ല. കാരണം ശ്രീകൃഷ്ണൻ ഈ നമ്മുടെ ഭൂമിയിൽ നിന്ന്, ദ്വാരകയിൽ നിന്ന് പോയിരിക്കുന്നു. അതെങ്ങനെയാ? അതങ്ങനെ ഉണ്ടായത്. കാരണം കുറേ പായസം ഉണ്ടാക്കിയിട്ട് മേലൊക്കെ തേച്ചോളാൻ പറഞ്ഞു. എത്രയായിട്ടും കൃഷ്ണൻ അങ്ങടെ എത്തണില്ല നമ്മുടെ മുകളിലേക്ക്. ഈ സ്വർഗം, ഭൂമി, പാതാളം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ വിശ്വാസമാണെന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇതെല്ലാം ഉണ്ട്, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞാൽ എവിടെ എത്തണം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയും, ഇത് കഴിഞ്ഞാൽ ഭഗവാൻ അങ്ങടെ എത്തണ്ടേ, ഭഗവാൻ വരുന്നില്ല, ഇനി എന്താ ചെയ്യാ എന്നായി ദേവന്മാർക്ക്. എന്നാ ഒരു കാര്യം ചെയ്യാം, എല്ലാവരും കൂടിയിട്ട് ഈ മഹർഷിമാരിൽ ഉത്തമനായിട്ടുള്ള ആളെ ഭൂമിയിലേക്ക് വിടാണ് എന്ന് പോയി പറയൂ. അപ്പൊ മഹർഷി ചെന്നു. എന്താ കാര്യം? എനിക്ക് തന്നെ ഭഗവാനെ കാണണം എന്നായി. ഇതേപോലെയാണ് ശ്രീരാമനെ കാണാൻ വന്നതും. അതിങ്ങനെ ഓർമ്മ വരികയാണ് ഈ ഭഗവാന്. ഇപ്പൊ വരും എന്നെ കാണാൻ ഒരാള്, എന്നാൽ ഞാൻ അതിന് നിൽക്കാതെ ഞാൻ ഇതാ പോവാണ് എന്ന് പറഞ്ഞിട്ട് വേഗം പോവാനൊരുങ്ങുമ്പോഴേക്കും മഹർഷി എത്തി അവിടെ. മഹർഷി ചോദിച്ചു, എന്താ അങ്ങ് വേഗം ചെല്ലാത്ത? അവിടെ എല്ലാവരും കാത്തിരിക്കുകയല്ലേ, അതുകൊണ്ട് അങ്ങ് വേഗം ചെല്ലൂ, അതിനു വേണ്ടി പറയാനാണ് ഞാൻ വന്നത് എന്ന് പറയാ. അപ്പൊ ശരിയാട്ടോ, അതിന്റെ സമയമായി അല്ലേ, എന്നൊരു കാര്യമുണ്ട്, ഞാനിതാ പോവാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ഈ എന്താ പറയാ, ഈ കാട്ടിലേക്ക് അങ്ങ് പോവുക. തനിച്ചാണ് കാട്ടിലേക്ക് പോണത്, വേറെ ആരുമില്ല. അപ്പൊ ബലരാമന് മനസ്സിലായി കൃഷ്ണനെ വിളിക്കാനാണ് വന്നിരിക്കുന്നത്. ബലരാമൻ വേഗം സരയൂ ഭഗവാന്റെ ദ്വാരകയിലെ അടുത്തുള്ള ഈ സമുദ്രതീരത്തേക്ക് നടന്ന് അവിടെ അന്തർധാനം ചെയ്തു. എന്നിട്ട് അവിടെ കാത്തിരിക്കാൻ തുടങ്ങി. പക്ഷെ അവിടെ കാത്തിരുന്നിട്ടും കണ്ണനെ കാണാനില്ല. അയ്യോ, എന്താ കണ്ണൻ വരാത്ത? അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോ കേട്ടു, കണ്ണന്റെ കാലിന്റെ പെരുവിരലിന്റെ ആ ഒരു ഇല്ലേ, വിരലിന്റെ അടയാളം വരുന്ന സ്ഥലമില്ലേ, അവിടെ ഒരു അമ്പ് കൊണ്ടിട്ടുണ്ട് അത്രയാണ്. അപ്പൊ രാമന് ഉറപ്പായി, അപ്പൊ നീ വരാനുള്ള ഒരുക്കാണ് എന്ന് ബലരാമൻ ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് നാമം ജപിച്ചോണ്ടിരിക്കുക. അങ്ങനെ വരാനുള്ള ആ ഒരു ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുരുവും വായുവും കൂടിയിട്ട് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ കൃഷ്ണ വിഗ്രഹം എടുത്തുകൊണ്ട് അങ്ങനെ ഒരു ചുറ്റാണ്. അതാണ് ഈ ഗുരുവായൂരിന് ഗുരുവായൂർ എന്ന് തന്നെ പേര് കിട്ടിയത്. ഗുരുവും വായുവും കൂടെ ഈ കൃഷ്ണ വിഗ്രഹം എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോ എന്താ ഉണ്ടായേ? ഈ ഗുരുവായൂരിന്റെ മുകളിലെത്തിയപ്പോ ഗുരുവായൂരപ്പന്റെ ആ ഒരു എന്താ പറയുക, ഇംഗിതം, അങ്ങനെ തന്നെ പറയണം. ആ ഇംഗിതത്തോട് കൂടിയിട്ട് ഭഗവാൻ പറയാണ്, വേണ്ട, നീ ആരും എങ്ങോട്ടും പോകണ്ട, ഞാൻ ഇവിടെ തന്നെയാണ്. ഭഗവാൻ മുകളിൽ നിന്ന് തന്നെ നോക്കുമ്പോ നിറഞ്ഞിരിക്കുകയാണ് ഈ ഗുരുവായൂര്. അന്നത്തെ ഗുരുവായൂര് കേട്ടോ, അങ്ങനെ പറയാവൂ. അപ്പം ഭഗവാൻ പറഞ്ഞു, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെയാണ് എന്ന് പറയലും ഈ കയ്യിലെ വിഗ്രഹത്തിന്റെ ഘനം അങ്ങോട്ട് കുറഞ്ഞു. ഭഗവാൻ നേരെ ഗുരുവായൂരപ്പനായിട്ട് ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ച്, ഗുരുവും വായുവും നമ്മുടെ ശങ്കരാചാര്യരും കൂടി പ്രതിഷ്ഠിച്ച അതേ സ്ഥാനത്ത് ഭഗവാൻ വന്നിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും സർവത്ര ഗുരുവായൂർക്ക് എത്താൻ തുടങ്ങി. അത് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ക്രമേണ ഗുരുവായൂരമ്പലം കേൾവി കേൾക്കാൻ തുടങ്ങി അത്രയ്ക്കും. അതുകൊണ്ട് തന്നെ ഈ ഗുരുവായൂരമ്പലത്തിൻ്റെ ഐശ്വര്യം
അങ്ങനെ കൂടുതൽ കൂടുതൽ മമത്വവൽക്കരിക്കപ്പെട്ടിരിക്കുക. എല്ലാവർക്കും ഇഷ്ടാവുക, അതാണ് മമത്വവൽക്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. അതങ്ങനെ ഇഷ്ടം കൊണ്ട് എല്ലാവരും ഇപ്പൊ തന്നെ നോക്കൂ, ഗുരുവായൂർ അമ്പലത്തിൽ കാണുന്ന തിരക്ക്, എന്താ തിരക്ക്, നമുക്കങ്ങനെ അടുക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളൊക്കെ ഭഗവാനെ പൂജ കഴിക്കുന്നവരുടെ അന്തർജനങ്ങളായതുകൊണ്ട് ഞങ്ങള് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് വിഷമമില്ല, അത് പറയാതെ വയ്യ. അപ്പോൾ അതിൻ്റെതായ ഒരു എന്താ പറയുക, ഒരു വശമുണ്ട്. ഗുരുവായൂരപ്പനോട് ബന്ധിക്കുന്നവർക്കെല്ലാം സുഖമാവണം എന്ന് ഗുരുവായൂരപ്പൻ വിചാരിച്ചിട്ടുണ്ട്. അതാണ് കാര്യം. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ സംബന്ധമായിട്ടുള്ളതെല്ലാം ഗുരുവായൂരപ്പൻ ഇങ്ങനെ പകുത്ത് തരികയാണ് എല്ലാവർക്കും. ഗുരുവായൂര് എല്ലാം കൊണ്ടും വിശേഷ്യ വളരെ നല്ലതാണ് എങ്ങനെ നോക്കിയാലും. അതുകൊണ്ട് തന്നെ നമുക്ക് ഗുരുവായൂർ ഏകാദശി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അത് അന്ന് തൊട്ടിട്ട് അല്ല നാളെ തൊട്ടിട്ട് ഭഗവതിക്ക് പാട്ട് തുടങ്ങി. അങ്ങനെ ഒരു മാസം പാട്ട് കഴിയണ അന്നാണ് ഭഗവതിക്ക് അല്ല ഭഗവാന് ഏകാദശി. എന്നാൽ ഭഗവാൻ ഏകാദശി ഇല്ല കേട്ടോ, അത് പ്രത്യേകം പറയാലോ. ഭഗവാന് ഒരു ഏകാദശി ഇല്ല. ഭഗവാൻ അസലായിട്ട് പാൽപ്പായസം കഴിക്കും, എല്ലാം ചെയ്യും. പക്ഷെ ഭക്തൻ ജനങ്ങളുടെ തിരക്ക് അത് വല്ലാത്തൊരു തിരക്ക് തന്നെയാണ്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ തന്ത്രിയും ദേവസ്വവും ഒക്കെ അന്ന് പൂജ വേണ്ട എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഇപ്പോ അന്ന് പൂജ വേണം എന്നായിരിക്കും. ഇന്നലെ ടി വിയിൽ കേട്ടു, അങ്ങനെ തന്നെ വേണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അതൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു അത്ഭുതമാണത്. ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത്, കേൾക്കേണ്ടി വരികയല്ല, ഇത് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്ന തരം അതാവുമ്പോൾ വല്ലാത്തൊരു അത്ഭുതമല്ലേ നമുക്ക്. കഴിഞ്ഞ കൊല്ലം ഇതേ കാലത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്ന അതേ സമ്പ്രദായം ഉണ്ടാവും എന്ന് ഇന്നലെ ഓർഡറായി. അതൊക്കെ ഒരു വല്ലാത്ത അത്ഭുതം തന്നെയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഗുരുവായൂരിനോട് അനുബന്ധിച്ച് ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്കറിയാം. ഇത്രമാത്രം അത്ഭുതാവഹങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ എന്ന് യാതൊരു സംശയവുമില്ല. ഒക്കെ അത്ഭുതങ്ങൾ തന്നെയാണ്. കാരണം പണ്ടുള്ള ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്നൊരു നിഷ്കളങ്ക ബാല്യം പറഞ്ഞൂത്രേ, ഇന്ന് രാത്രി എൻ്റെ ഡാൻസ് ഉണ്ട് വരണം കേട്ടോ എന്ന്. അപ്പോൾ ഭഗവാൻ അത് അത്ഭുതമായി. കാരണം ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഒരു കുട്ടി പറയാണ് എൻ്റെ ഡാൻസ് ഉണ്ട് കാണാൻ വരണം കേട്ടോ എന്ന്. അപ്പോൾ അന്ന് ഭഗവാൻ മേശാന്തിക്ക് സ്വപ്നം കാണിച്ചു എന്നാണ് പറയുന്നത്. അതെ, നാളെ മേശാന്തി വേഗം പൂജ കഴിച്ചോളൂ, എനിക്ക് നാളെ ഡാൻസ് കാണാൻ പോകണം. അതങ്ങോട്ട് കണ്ടപ്പോൾ മേശാന്തിക്കും കോരി തരിച്ചു. ഈശ്വര, കണ്ണന് ഡാൻസ് കാണാൻ ഇത്ര ഇഷ്ടമാണോ? എന്നാൽ ശരി, അങ്ങനെ ആവാന്ന് പറഞ്ഞു. എല്ലാം വേഗം കഴിച്ചു പൂജാതി കാര്യങ്ങൾ. അങ്ങനെ പൂജാതി കാര്യങ്ങളിലുള്ള ഈ ഒരു വ്യഗ്രത, വേഗം എന്നുള്ള ആ വ്യഗ്രത ഉണ്ടല്ലോ, അത് എല്ലാവർക്കും സന്തോഷമായി എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ അത്രയേ ഉള്ളൂ. ആ കാണുന്ന രീതി ഉണ്ടല്ലോ, അതാണ്. ഉച്ചയ്ക്ക് ശേഷം നട തുറന്ന് ഈ ഭഗവാന്റെ പൂജാതി കാര്യങ്ങളിൽ വേഗം എന്നുള്ള ആ ഒരു വ്യഗ്രത കാണുമ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു അത്ഭുതമാണ് ഉണ്ടായത്. ആ വ്യഗ്രതയ്ക്ക് വേറൊരർത്ഥം കൂടിയുണ്ട്. ആ വ്യഗ്രത ഭഗവാനും മേശാന്തിക്കും മാത്രമേ അറിയുള്ളൂ. ആ അർത്ഥം അതാണ് ഏറ്റവും അത്ഭുതമായത്. അങ്ങനെ ഭഗവാൻ ആദ്യത്തെ നിരയില് പീലിത്തിരുമുടിയും മുല്ലമാലയും തിരുമുടിക്കെട്ടൊക്കെ ആയിട്ട് വന്നിരുന്നു എന്നാണ് ആഞ്ഞം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര നിരവധി ഉദാഹരണങ്ങളുണ്ട് നമുക്ക്. അതിലൊന്നാണ് ഈ ഗുരുവായൂർ ഏകാദശി. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം, ഗുരുവായൂർ ഏകാദശി നാളെയാണ് എന്ന് പറഞ്ഞാൽ തന്നെ നാളേക്ക് ഇവിടെ എന്തൊക്കെയാ മാറ്റം വരിക നമുക്കറിയില്ല. അത് ശരിക്കും ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, ഭഗവാന്റെ ഭക്തി അത്രയും അറിയുന്നവർക്കറിയാം ഈ കാര്യം ഭഗവാനും മേശാന്തി അല്ലെങ്കിൽ ഭക്തന്മാരും തമ്മിലുള്ളൊരു കൂടിച്ചേരലാണ്. അത്രേ വേണ്ടൂ. ഒന്നും കഴിക്കാതെ വേണമെന്നില്ല, നാമം ജപിച്ചുകൊണ്ട് കഴിക്കാം. എന്നാൽ വേറൊരു അവസ്ഥയുണ്ട്, നാമം ജപിച്ചിട്ടായാലും അത് ഏകാദശി വ്രതത്തിന് യോഗ്യമാണ്. ആ മനസ്സിലത്തെ അനുഷ്ഠാന കർമ്മത്തിന്റെ വിശ്വാസം. അങ്ങനെ നിരവധി കാര്യങ്ങള് നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ കാണിച്ചു തരികയാണ് ഇവിടെ. അപ്പൊ ആ കാണിച്ചു തരുന്നതിലൂടെ നമുക്ക് എന്തറിയാം, ഭഗവാന് ഇതിൽ പരം ഒരു സന്തോഷമില്ല. അപ്പോൾ അത് കാണിച്ചു തരുമ്പോൾ നമ്മൾ എന്താ അറിയണത്? നമുക്കറിയാം ഇതൊക്കെയാണ് ഭഗവാൻ
നമുക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. അതാണ് ഭക്തോത്തമന്മാരായ ആൾക്കാര് ഇഷ്ടം പോലെ ഗുരുവായൂർ വരുന്നുണ്ട്. അപ്പോൾ ആ ഭക്തോത്തമന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ അതിലങ്ങോട്ട് വിശ്വസിക്കുകയാണ് എല്ലാവരും ചെയ്യുക. എത്രയായാലും ഈ മനസ്സ് ഉണ്ടല്ലോ, മനുഷ്യ മനസ്സ്, ആ മനസ്സ് ആർക്കും പിടിച്ചാൽ കിട്ടില്ല. കുതിരയേക്കാൾ വേഗത ഉണ്ടെന്നാ പറയുക ഈ മനസ്സിന്, മനുഷ്യൻ്റെ മനസ്സിന്. കാരണം ബാക്കി എല്ലാത്തിനും ഉപമ ഉണ്ട്, ഇതിന് ഉപമയില്ല. ഈ കുതിര എന്നുള്ളത് വളരെ സ്പീഡുള്ള ജീവിയാണ് എന്ന് മാത്രമേ അറിയുള്ളൂ. ആ കുതിരയേക്കാൾ സ്പീഡുണ്ട് എന്തിന്? മനുഷ്യൻ്റെ മനസ്സിന്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും, ഈ ഗുരുവായൂർ നടക്കുന്ന സകല കാര്യങ്ങളും നമുക്ക് അത്ഭുതാവഹങ്ങളായി മാറുന്നത്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഉണ്ട്, ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം ഉണ്ട് തെക്ക് വശത്ത്. അങ്ങനെ നിരവധിയുള്ള ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് നടക്കുന്നവർക്ക് സമയമില്ല. അതെന്താ സമയമില്ലാത്ത ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. ഗുരുവായൂരപ്പനെ സംബന്ധിച്ച കാര്യങ്ങളിൽ ശ്രദ്ധ ഇല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല. ആ ശ്രദ്ധ, ടൈം ടേബിൾ എന്ന് പറയും, സമയത്തിനൊരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പാപ്പ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു തെറ്റുമില്ല. ഈ അപ്പാപ്പ എഴുതി വെച്ചിട്ടില്ലെങ്കിലോ അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഭഗവാൻ മനസ്സിൽ അങ്ങനെ തോന്നിപ്പിക്കും. ഇന്നതാണ്, ഇനി കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്തേക്ക് പോകണം, 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്നിങ്ങനെ ഭഗവാൻ തോന്നിപ്പിക്കും. ആ തോന്നലിലൂടെ നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടുകയാണ്. ഇത് കഴിഞ്ഞാൽ എനിക്ക് പോകണം എങ്ങോട്ട്? ഭഗവത് സമീപത്തേക്ക്. അതങ്ങനെ അറിയുമ്പോൾ ഭഗവാനുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അതിൽ പരം നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെയാണ്. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം ഉണ്ടായി, ഒരു കുട്ടിക്ക് ഏകാദശിക്ക് ഡാൻസ് വേണം. അപ്പോൾ അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. അവരെന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഉണ്ട് ഒരു കാര്യം, അപ്പോൾ നമുക്കതൊന്നും ബുക്ക് ചെയ്യണ്ടേ? എന്നൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് പോയി നിൽക്കാനേ പറ്റുള്ളൂ, കാരണം അത്രയ്ക്ക് തിരക്കാണ് ഇപ്പോൾ. അപ്പോൾ ആ സമയത്ത് പോയി നിന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 7 മണിക്ക് ഇന്ന് പോവുകയാണ്. പോയി അപ്പം നോക്കുമ്പോൾ വളഞ്ഞ ക്യൂ ആണ്. ആ ക്യൂവിൽ പെട്ട് നമ്മൾ അവിടെ അകത്തെത്തി നമുക്ക് അതിനുള്ള സൗകര്യം കിട്ടണം. ഇരിക്കാനല്ല പറയണത് കേട്ടോ, അത് പറയണ്ടേ അവിടെ ഉള്ളവരോട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അന്ന് വരാമെന്ന് വെച്ചിരുന്നവർക്ക് വരാൻ പറ്റില്ല എന്നുള്ളത് ആ 2 നിമിഷം മുമ്പ് ആ ഉദ്യോഗസ്ഥന് ഫോൺ വരികയാണ്. അതങ്ങോട്ട് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞിട്ട് വന്നിക്കൂട്ടോ എന്ന് പറഞ്ഞു. ആ സമയം കേട്ടിട്ട് അങ്ങനെ ഞാൻ അവിടെ നിന്നു. ആ സമയം പറ്റും നിങ്ങൾക്ക് കേട്ടോ, ഒരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞ് ഞാനത് കേട്ട് എനിക്ക് പോരുകയാണ്. അങ്ങനെ നിമിഷം കൊണ്ട്, വളരെ കുറച്ച് നിമിഷത്തിൻ്റെ ഒരു അന്തരം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ അടുപ്പിച്ച് തരികയാണ് ഭഗവാൻ. അതിലും വലിയൊരു കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ടിയിട്ട് എന്തും വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് ചെയ്യാം എന്ന നിലയിൽ ഭഗവാൻ അങ്ങനെ നിൽക്കുക. അപ്പം അതിലും അപ്പുറം എന്ത് വേണം നമുക്ക്, അല്ലേ? അങ്ങനെ ഓരോ കാര്യങ്ങളും നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾ തന്നെ മുടങ്ങുകയും ചെയ്യും. ഏറ്റവും അത്ഭുതം അതാണ്. നിശ്ചയിച്ചുറപ്പിച്ച് നാങ്ങി പോവുക എന്ന് പറഞ്ഞ് ഗുരുവായൂർക്ക് അങ്ങോട്ട് കാറെടുത്ത് പോകുമ്പോഴേക്ക് ആ യാത്ര മുടങ്ങുകയാണ്. കാരണം എന്തെങ്കിലും പിഴ വരാം, എല്ലാം സംഭവിക്കാം. അതിലപ്പുറം വേറെ എന്താ വേണ്ടത്? അതുകൊണ്ട് നമ്മളെല്ലാവരും ഭഗവാന്റെ ഏത് കാര്യങ്ങളും വരുന്ന പോലെ വരട്ടെ എന്ന് വെച്ചങ്ങോട്ട് ഒഴുകണം. ആ ഒഴുക്കിൽ നമ്മളങ്ങോട്ട് പെട്ടാൽ പിന്നെ പറയൊന്നും വേണ്ട, നമ്മളെല്ലാം അതിൽ തന്നെ മുഴുകിയിരിക്കും. കാരണം നമുക്കറിയാം ഭഗവാൻ നമ്മെ കൈ പിടിച്ചുകൊണ്ട് നടത്തിക്കുന്നത് വേറൊരു സ്ഥലത്തേക്കുമല്ല, ശ്രീ ഗുരുവായൂർ അമ്പലത്തിലേക്കാണ്. ആ ഗുരുവായൂർ അമ്പലം എങ്ങനെ വേണം? ഗുരുവായൂരപ്പനെ പ്രകീർത്തിച്ചുകൊണ്ടാവണം, കീർത്തിച്ചുകൊണ്ടാവണം, അല്ലേ? ആ കീർത്തനം അതിലങ്ങനെ ലയിക്കും ഭഗവാൻ. നമുക്ക് വേണ്ടി നമ്മുടെ കീർത്തനം കേൾക്കാൻ ഒരു ഉണ്ണിക്കണ്ണൻ ഓടി വരുന്നുണ്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്ത് രസമാണത്, അല്ലേ? ചിലപ്പോൾ കോണകം പോലും കൊടുക്കാൻ നിന്നിട്ടുണ്ടാവില്ല, അത്രയും സുന്ദരനായിട്ടാണ് വരുന്നത്. ആ സുന്ദരത്വം അത് കാണാൻ നമുക്കൊക്കെ മോഹല്ലേ? അത് കാണണം. അതിസുന്ദരത്വം എന്നാണ് വില്യമംഗലം പറഞ്ഞിരിക്കുന്നത്. ആ അതിസുന്ദരത്വം കാണാൻ നമ്മളെല്ലാവരും കണ്ണു മിഴിച്ചിങ്ങനെ നോക്കിയിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഏകാദശി വരുന്നത്. ഈ വൃശ്ചിക മാസത്തിലെ വെളുത്ത വാവ് കഴിഞ്ഞിട്ടുള്ള ഏകാദശി ഉണ്ടല്ലോ, അത് അത്ര പ്രധാനമാണ്. ആ ഏകാദശി ഇങ്ങോട്ട് വരികയായി എന്ന് വരുമ്പോഴേക്ക് പണ്ടൊന്നും ഇത്ര കേമ ഉണ്ടായിരുന്നില്ല കേട്ടോ, 11 ദിവസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പറയുന്നു.
പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു മാസം ആയിരിക്കുന്നു. ആ ഒരു മാസത്തിന്റെ അതിൻ്റെ ഉള്ളില് നമുക്ക് എന്ത് വേണം? നമ്മളാൽ കഴിയുന്ന നാമജപം, നമ്മളാൽ കഴിയുന്ന കീർത്തനാദികള് ഒക്കെ ഇരുന്ന് ജപിക്കണം. അങ്ങനെ ആ കീർത്തനങ്ങളും നാമജപങ്ങളും ആഘോഷങ്ങളാണ്, ആഘോഷമല്ല കേട്ടോ. അതൊക്കെ കാണാൻ കണ്ണൻ ശ്രീലകത്ത് ഇങ്ങനെ കാതും കൂർപ്പിച്ച് കണ്ണും വെച്ചങ്ങനെ ഇരിക്കുകയാണ്. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, പണ്ടാരോ അല്ല, നമ്മുടെ വിവേകാനന്ദ സ്വാമിജികൾ തന്നെയാ പറഞ്ഞിരിക്കുന്നത്, കല്ല് ഈശ്വരനല്ല, എന്നാൽ കല്ലില് ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കൊക്കെ അത്ഭുതം വരുത്തുന്ന കാര്യങ്ങളാണ്. അതായത് കല്ല് ഈശ്വരനല്ല, എന്നാൽ കല്ലില് ഈശ്വരൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഉറപ്പിച്ച് പറയുന്ന ആ കാര്യം, അതാണ് അത്രയും പ്രധാനം. എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞത് എന്നാണെങ്കിൽ അദ്ദേഹത്തിന് അറിയാം, ഈ കല്ല് എന്ന് പറയുന്നത് ജീവിതോപാധിയല്ല, എന്നാൽ ജീവിതോപാധിയാണ് താനും, അല്ലേ? ആ ഒരു അവസ്ഥ എല്ലാം കല്ലിൽ നിന്നാണ് തുടങ്ങുന്നത്. മണ്ണ്, ആകാശം, ഭൂമി, ഈ ഭൂമി തന്നെ മണ്ണാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് ആരാ തരുന്നത്? ഭഗവാനാണ് തരുന്നത്, അല്ലേ? ആ ഭഗവാന്റെ പാതാരവിന്ദത്തില് ഒന്ന് കാല് വെച്ച് അല്ലെങ്കിൽ ഒന്ന് തല വെച്ച് നമസ്കരിക്കാൻ നമുക്കൊക്കെ മോഹമുണ്ടല്ലോ. ആ മോഹം സാധ്യമാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഏകാദശി രൂപങ്ങൾ, അതായത് ഏകാദശി രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ കൂടെയൊക്കെ ഇങ്ങനെ പോണ കാണാം. ഏകാദശിയുടെ അന്ന് രാത്രി പലവിധ രൂപങ്ങൾ, നമ്മളത് കാണാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കും. കാരണം അത്രയും തിളക്കമുള്ളതാണ്. എന്നാൽ ഉള്ളിൽ തിളങ്ങണം എന്നിട്ടേ കാര്യമുള്ളൂ, അല്ലേ? നമ്മുടെ പുറത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല തിളക്കമുണ്ട് കേട്ടോ എന്ന് പറയുന്ന പോലെയല്ല, ഇവിടുന്നേ നോക്കുമ്പോൾ നമുക്ക് തിളങ്ങി കാണണം. അതാണ് ഏകാദശി. ആ ഏകാദശി രൂപങ്ങൾ, ആ രൂപത്തിന് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മളിങ്ങനെ കാണുകയാണ്. ഭഗവാന്റെ മുമ്പിൽ പാത്രവും വെച്ച് യശോദ ഇങ്ങനെ കണ്ണാ എന്ന് വിളിക്കുമ്പോൾ കണ്ണൻ ഓടി വന്നിട്ടില്ലെങ്കിൽ, ഒരു കുഞ്ഞു ഗ്ലാസും കൊണ്ട് ഓടി വന്നിട്ടില്ലെങ്കിൽ യശോദ തിരിഞ്ഞു നോക്കുകയും, അങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോഴേക്ക് ഈ പശുവും കിടാവും എന്ത് ചെയ്യും? അവിടുന്ന് മാറിയുണ്ടാവും. അപ്പോഴേക്ക് യശോദ വീണ്ടും മുമ്പിലേക്ക് പോവുകയും, അങ്ങനെ ഓരോ ഭാവങ്ങളും, ഇത് ചെറിയൊരു ഭാവമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഓരോ ചെറിയ 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 ഭാവങ്ങളും ഭഗവാൻ നമുക്കായിട്ട് കാട്ടിത്തരികയാണ്. ആ ഭാവത്തിൻ്റെ തനിമ, നേർത്തനിമ അല്ലെങ്കിൽ നേർത്തെളിമ, എന്ത് വേണമെങ്കിലും പറയാം, അത് ഭഗവാന്റെ ലീലാവിലാസത്തിൽ പെട്ടതാണ്. അമ്മയ്ക്ക് എങ്ങനെയാണ് ഞാൻ അനന്തശയനം കാണിച്ചു കൊടുക്കുക എന്ന് കൃഷ്ണൻ ചോദിച്ചു ഇത്ര ഒരു ദിവസം. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇത്ര അതിനൊരു അവസരം വരും, ഇപ്പൊ ഒന്നും അതിനെപ്പറ്റി ചിന്തിക്കണ്ട എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാൻ കണ്ടു. എന്താ കണ്ടത്? അമ്മ ഇങ്ങനെ കണ്ണനെ നോക്കി നടക്കുക. അപ്പൊ ഏട്ടനെ പിടിച്ചൊരൊറ്റ അടിയോട് കടത്തിയിട്ട് ഏട്ടൻ്റെ മേലെ അങ്ങോട്ട് കറങ്ങി. ഇതാണ് അമ്മയെ അനന്തശയനം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ യശോദ ഒരു നിമിഷാർദ്ധം യശോദ പകച്ചുപോയി. ശരിയല്ലേ, ഞാൻ തന്നെയല്ലേ അനന്തശയനം? യാതൊരു സംശയവും. അപ്പോൾ ഇതൊക്കെയാണ് ഭഗവാൻ എപ്പോഴാണോ നമുക്ക് വേണ്ടിയിട്ട് ചിന്തിച്ച് അതേപോലെ ആവാൻ ചെയ്യുന്നത്, അതാണ് നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ കാണുന്ന ആ രൂപം. അതിലപ്പുറം യാതൊന്നുമില്ല. അതാണ് നമുക്ക് വേണ്ടത്. ഏകാദശി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്തിരിക്കലാണ്. ആ അടുത്തിരുന്നു കൊണ്ട് നമ്മൾ എന്തെല്ലാം കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു, അതിൽ പരം വേറൊന്നുമില്ല. അത് അറിയാനാണ് ഈ ഏകാദശി രൂപം. നമുക്ക് രൂപങ്ങൾ കൂടെ അങ്ങനെ പോകും. കാണുന്നവർ വിചാരിക്കും ഇതൊക്കെയാണ് ഏകാദശിന്ന്. എന്നാൽ ഇതൊന്നുമല്ല ഏകാദശി. ഏകാദശി ഭഗവാന്റെ അടുത്തിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഒരിക്കൽ ഭഗവാന്റെ അടുത്തിരുന്നു കൊണ്ട് നമുക്കതിന് സാധിച്ചാൽ അതിൽ പരം ഒരു സന്തോഷവും നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ട് ഇനിയൊരു അവസ്ഥയിലെന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കാവുന്ന രീതിയിൽ, അപ്പം ഞാൻ ഇത്രയും അടുത്താണ് ഭഗവാന്റെ, എന്നിട്ട് പോലും എനിക്ക് സാധിക്കുന്നില്ല പലതും. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ഇനിയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് സാധിക്കുന്നു, അല്ലേ? നമ്മുടെ ജീവിതം അങ്ങനെയാണ്. നമുക്ക് ജനനം, മരണം, ജീവിതം, ഇങ്ങനെ 3-4 ഉണ്ട്. അതിൽ ഈ 3-4 നമുക്ക് ഒരു അടിവര ഇടാം. പക്ഷേ ഈ ഒരു കാര്യത്തിന്, അതായത് നമ്മൾ എപ്പോൾ തിരിച്ചു പോകും എന്ന കാര്യത്തിന് നമുക്ക് ഒരു അടിവര ഇടാൻ പറ്റില്ല. അതുകൊണ്ട്
ഈ രീതിയിൽ നമുക്ക് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ സാധിക്കും. ഈശ്വരോ രക്ഷതു. നമുക്ക് വേറൊന്നും നമുക്ക് വേണ്ട, ഇത്രയും നമുക്ക് വേണ്ടു. കാരണം നമ്മൾ എപ്പോൾ വന്നു, ആരുടെ കൂടിച്ചേരൽ കൊണ്ട് വന്നു അറിയില്ല. അങ്ങനെ വന്നിട്ട് നമ്മൾ എന്തായി അതും നമുക്കറിയില്ല. കാരണം ബാല്യാവസ്ഥയാണ്, ചെറിയ കുട്ടിയാകുമ്പോൾ നമുക്ക് എന്താ അറിയാം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. പക്ഷെ ഒരു 4-5 വയസ്സങ്ങോട്ട് ആയാലോ നമുക്ക് ഓടി നടക്കാനുള്ള ഇതായി. ആ ഓടി നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഓടി നടക്കുമ്പോൾ നമുക്ക് വേറൊന്നുമില്ല, അത് മാത്രമാണ് നമ്മുടെ ജീവിതം എന്ന് തോന്നും. പക്ഷെ ഒരു 10 വയസ്സായാലോ നമുക്ക് തോന്നും, അല്ലല്ല, ഇനിയുണ്ട്, നമുക്ക് നേടാൻ എത്ര ഉണ്ട് എന്ന് തോന്നും. അങ്ങനെ ഓരോ ഘട്ടമായിട്ട് നമുക്കിങ്ങനെ മാനസത്തില്, നമ്മുടെ മനസ്സില് തോന്നിപ്പിക്കുന്ന കാര്യങ്ങള് ഇഷ്ടം മാതിരിയുണ്ട്. ആ ഇഷ്ടത്തിനോടനുബന്ധിച്ച് എല്ലാം നേരെയാവുമെന്ന് വിചാരിക്കാൻ വയ്യ. എന്നാൽ നമുക്ക് ആ ഇഷ്ടങ്ങള് എങ്ങനെ നേരെ ആക്കണം, നേരെ ആവണം, നേരെ ആയിത്തീരണം, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ, ഇല്ല പറയില്ല. അതെല്ലാം നമുക്ക് ഭഗവാൻ നേരെയാക്കി തരുന്നതാണ്. അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ ഇതിനെ ഭാഗ്യമുള്ളൂ എന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞ് ഇനിയത്തൊരു ജീവിതത്തിന് ചിന്തയാവാം. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ നമുക്ക് വീണ്ടും 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 ഓരോ ജന്മങ്ങൾ കിട്ടുകയാണ്. ഈ മനുഷ്യന്റെ ജന്മമാണത്ര ഏറ്റവും നല്ല ജന്മം, വേറൊന്നുമല്ല. മനുഷ്യ ജന്മമാണ് ഏറ്റവും നല്ലത് എന്ന് പറയും. അതിനെന്താ കാരണം? നമുക്ക് ചിന്തിക്കാനുള്ള ശക്തിയുണ്ട്. ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനുള്ള ശക്തി വരും. ആ ചിന്താശേഷി നമുക്ക് കിട്ടിയാൽ പിന്നെ നമ്മൾ ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല, നമുക്കും തോൽക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ ജീവിതം. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊന്നും വേണ്ട, നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾ ഇതേപോലെ തന്നെ ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നങ്ങൾ ചിന്തിച്ചാൽ അതേ വഴിക്ക് നമ്മളെ കൊണ്ട് നടത്താൻ ഭഗവാൻ വരികയാണ്. അതിനും അപ്പുറം നമുക്കൊന്നുമില്ല. അത് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാനേ നമുക്ക് സാധിക്കുള്ളൂ. ഹരേ കൃഷ്ണ.